ശബരിമലയിലെ സ്വർണം പൂശിയ ആദ്യത്തെ പാളികൾ തട്ടിയെടുത്തു എന്ന ആരോപണത്തിൽ 2019 കൊണ്ടുപോയ പാളിയല്ല തിരികെ കൊണ്ടുവന്നതെന്ന് തട്ടാവള കുടുംബാംഗം മഹേഷ് പണിക്കർ ആരോപിച്ചു. പിറകിൽ വലിയ വിശ്വാസ കച്ചവടം, തുടക്കത്തിൽ കുറവുണ്ടായെന്നും അളവിൽ വ്യത്യാസം വന്നതിനും കാരണം ഇതാണ്. ചിത്രങ്ങൾ പരിശോധിച്ചാൽ തട്ടിപ്പ് വ്യക്തമാകുമെന്നും തട്ടാവള കുടുംബാംഗം മഹേഷ് പണിക്കർ പറഞ്ഞു. ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹം നിർമ്മിച്ചവരാണ് ചെങ്ങന്നൂർ തട്ടാവള കുടുംബം. കൊണ്ടുപോയത് കളറും മുക്കി തിരികെ കൊണ്ടുവരുമ്പോൾ തൂക്കം കുറയുകയല്ല കൂടുകയാണെന്നും കുറയാനുള്ള സാധ്യത തീരെയില്ലെന്നും ഇത് ഉരുക്കേണ്ടതിൻ്റെ ആവശ്യകത ഒന്നും വരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൻ്റെ രൂപത്തിന് മാറ്റം വരുത്തേണ്ട കാര്യവുമില്ല. ഗുരുതരമായ ഒരു പിഴവാണ് നടന്നതെന്നും മഹേഷ് പണിക്കർ ആരോപിച്ചു. അതിനേക്കാളുപരി ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പൂശാനായിട്ട് തീരുമാനമെടുത്താൽ പോലും ഈ ചെമ്പ് പാളിയിൽ വിജയമല്യ ചെയ്തിരിക്കുന്നത് ഏകദേശം 150 ഗ്രാം തങ്കം ഉപയോഗിച്ചിട്ടാണ് അതിനകത്ത് ഈ രണ്ട് വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് 20 മൈക്രോണിൻ്റെ തങ്ക ഷീറ്റായിട്ടാണ് ഇത് ചെമ്പ് പാളിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 20 മൈക്രോണിൻ്റെ ഒരു ഷീറ്റിന് ഏകദേശം ഒരു 300 മില്ലിഗ്രാമിൽ താഴെയാണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം നമുക്കൊരു 3 ഗ്രാമിൽ താഴെ അത് വരത്തുള്ളൂ. ഇത് വെറും ശുദ്ധമായ തട്ടിപ്പാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം അതങ്ങ് മാറ്റിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടെ വർഷങ്ങളോളം ഇരുന്ന 20 കൊല്ലം ഇരുന്ന ആദ്യത്തെ പ്രാവശ്യവും ഇപ്പോൾ 5-6 കൊല്ലം ഇരുന്ന രണ്ടാമത്തെ പ്രാവശ്യവും ഇവിടെ ഇരുന്ന സംഭവങ്ങൾ മാറ്റി പുതിയൊരു സാധനം കൊണ്ട് വെക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പം ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഇവർ ഇനി അടുത്തത് തന്നെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കളർ മങ്ങി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് മൂന്നാമത് ഒരു പ്രാവശ്യം കൂടെ നന്നാക്കി തരാം, എൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണം കൊണ്ട് തരാം, വേണമെങ്കിൽ നിങ്ങളൊരു 500 1 കിലോ 2 കിലോ ഇഞ്ഞ് തന്നാൽ മതി, ബാക്കി ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെയും അതിനകത്ത് സാമ്പത്തിക ലാഭവും ഒക്കെ നോക്കാനുള്ളൊരു ശ്രമമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ടത്. എൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്വം, ശബരിമല ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം നിർമ്മിച്ച കുടുംബത്തിലെ ഇന്നത്തെ കണ്ണി എന്നുള്ള രീതിയിൽ എൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്വമാണ് ഞാനത്